സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നോക്കൂ എന്തെല്ലാം ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പപ്പടം മൈക്രോവേവിൽ ചുട്ടതാ, പൊടിഞ്ഞ് കഷ്ണമായിട്ടാ. മൈക്രോവേവില് പപ്പടം, ചുട്ട പപ്പടം, സലാഡ് നോക്കൂ, തക്കാളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ടുള്ള നല്ല സലാഡ്. ഇത് ചെമ്മീനും മാങ്ങ, ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചെമ്മീനും മാങ്ങ, ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള കൂട്ടാണ്. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാം, ഭയങ്കര. ഇനി നെക്സ്റ്റ് ഇത് കടല ഉപ്പേരി. കടലയെ വേവിച്ച് വെച്ചിരുന്നു, അപ്പോൾ അത് ഉപ്പേരിയാക്കി. ഇത് ഇതാ സാമ്പാർ. 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സാമ്പാർ. എത്ര പെട്ടെന്നാണ് സാമ്പാർ ഉണ്ടാക്കിയത്. ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ ചോറ്. എല്ലാ കലയും ഇട്ടത് അച്ചാർ, ജാതിക്ക അച്ചാർ കണ്ട, എല്ലാം ആയി. ശരി, പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയണ്ടേ? കിച്ചണിലേക്ക് വരും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് സാമ്പാർ ഉണ്ടാക്കാനാണ് വഴുതനങ്ങ നുറുക്കിയേണ്ടത്, ഉരുളക്കിഴങ്ങ് ഉണ്ട്. നോക്കൂ, അതിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, ഇത്തിരി മുളക് പൊടി ഇട്ടു. ഇനി ഇത്തിരി കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിനെ നോക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇനി കുറച്ച് തക്കാളി ഇട്ടു. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ച പരിപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് എളുപ്പം സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സാമ്പാർ എപ്പോഴും പരിപ്പ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും. 2 ദിവസമൊക്കെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. അതാ പുളി പിഴിഞ്ഞ് വയ്ക്കുക. പുളി പിഴിഞ്ഞ് വെച്ചു. ഇനി അത് കഴിഞ്ഞാൽ സാമ്പാർ പൊടി അതിലിടണം. കുറച്ചും കൂടി പുളി ഒഴിഞ്ഞോളൂ. നല്ല പോലെ ഇളക്കുക. ഇളക്കി അതിൽ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇടുക, സാമ്പാർ പൊടി ഇടുക. ഉപ്പ് ആവശ്യത്തിനിടുക, സാമ്പാർ പൊടി ഇട്ടു. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചോളൂ. വെള്ളം വളരെ കുറവായിട്ട് തോന്നുന്നു അല്ലേ? അപ്പോൾ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം കേട്ടോ. അതിനി അടച്ച് കുക്കർ അടുപ്പിൽ വെച്ചു. സാമ്പാർ റെഡി ആയി 1 മിനിറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും വേവാത്രയോട് നേരം അതിൽ നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മാങ്ങ നുറുക്കുക. മാങ്ങ നുറുക്കണം ഞാൻ എന്തിനാ വെച്ചെങ്കിൽ ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയിട്ട് കൂട്ടാൻ വെക്കാറ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടി വെച്ചാൽ, ഉണക്ക ചെമ്മീനും കൊണ്ട് അന്ന് ചമ്മന്തിപ്പൊടി ഞാൻ ഉണ്ടാക്കിയില്ലേ, അത് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണം ഞാൻ. ഇതാണെങ്കിൽ വളരെ ഈസിയാണ്. അതേ മാങ്ങ ഒരു കഷ്ണം നുറുക്കി ചെറുതാക്കി ഇട്ടു, അതിൽ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളികേരം മിക്സിയിലിട്ടു, ഒരു ലേശം 2 ടേബിൾ സ്പൂൺ. കുറച്ച് ഉള്ളി ഇട്ടു, അത് അരയ്ക്കണം. നാളികേരം നല്ല പോലെ അരച്ചിട്ട് അതിൽ ചെമ്മീൻ ഇടണം. കഴുകി വെച്ച് നാളികേരം അരച്ചിട്ട് ചെമ്മീൻ അതിലിട്ടു. ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ചെമ്മീൻ അതിലിട്ടിട്ട് പൾസ് ചെയ്ത്, ചെമ്മീൻ അസലായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അതിൽ പൾസ് ചെയ്തെടുത്തു. ഇതാ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിടും. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ചുമന്ന മുളകിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കടുകിട്ട് വറുത്തിടണം. എന്തിനാണെന്നറിയാം, സാമ്പാർ ഇപ്പോൾ കലാവും. സാമ്പാർ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. സാമ്പാറിൻ്റെ കടുക് വറുത്തിട്ട് കഴിഞ്ഞു. കണ്ടില്ലേ, സാമ്പാർ അങ്ങനെ സാമ്പാർ കലായി നമ്മുടെ. ഇനി മറ്റേ ചെമ്മീൻ കൂട്ടാൻ നോക്കാം. ചെമ്മീൻ നല്ലോണം ഇളക്കി. മാങ്ങ നല്ല പോലെ വെന്തു കേട്ടോ. മാങ്ങ നല്ല പോലെ വെന്തു എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നോക്കൂ, ആ തേങ്ങ അരച്ച് വെച്ചത് അതിൽ ഒഴിച്ചു. നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചു നല്ല പോലെ ഇളക്കുക. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ കറിവേപ്പില ഇടുക, വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചെമ്മീൻ കൂട്ടാനും കലായി. എന്താ രസം, എന്ത് ഭംഗിയെ കാണാൻ നോക്കൂ ചെമ്മീൻ കൂട്ടാൻ. ഉണക്ക ചെമ്മീനാണെങ്കിലും ടേസ്റ്റ് ഭാരം തന്നെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ആണോ ചെമ്മീൻ കറി കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എന്താ, കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഞാൻ ബൗളിൽ പകർന്ന് കാണിച്ചു തരാം. ചീച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് വാങ്ങി വയ്ക്കാൻ പോവാണ് കേട്ടോ. കൂട്ടാൻ കലായി. ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ മാങ്ങ കലായി. ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. പണ്ട് കാലത്തെ പേര് കേട്ട കറി. അതേ ചോറ് കലായി. ചോറ് ഇതേ കാസറോളിലാക്കി വെച്ചിരിക്കുന്നു ഞാൻ. ഇന്നലത്തെ അത് വെള്ളം തിളപ്പിച്ച് ആ കാസറോളിലെ ചോറ്, ഇന്നലത്തെ ചോറാട്ടോ അത് ഞാൻ അതിലിട്ട് വാർക്കുക. എന്താ കാരണം വെച്ചാൽ ചോറ് കൂടുതലുണ്ടെങ്കിൽ 2 ദിവസത്തെ ചോറാണ് ഞാൻ വെക്കാറ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ മട്ടയല്ല, ബാസ്മതിയാണ്. അത് കാരണം സുഖം, എളുപ്പം വേവില്ല. ഇത് ഇവിടെ ചീഞ്ചട്ടി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. 2 കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഇനി നമുക്ക് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം വഴറ്റിയതിന് ശേഷം കടല വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. നല്ലോണം കുറച്ച് കടല ഇട്ടിട്ടുള്ളൂ, കുറച്ച് ഉപ്പേരി മതി, കൂടുതൽ വേണ്ട, കുറച്ച് മതി. കടല വേവിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അതിന് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് വെള്ളക്കടലയാണ്, അത് നല്ലോണം ഇളക്കണം. ഒരു തരി ഉപ്പിടണം. ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഉപ്പിടുക. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചാട്ട് മസാല, അതായത് എൻ്റെ കയ്യിൽ ചാട്ട് മസാലയുണ്ട്. ചാട്ട് മസാല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ടാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. ഒരു പുളി ഉപ്പ് രസമായിട്ട് നല്ലതാണ്. പിന്നെ ഇത് ഇവിടെ നമുക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞു. അതിൽ തൈര് ഒഴിച്ചു, ഇളക്കി ഇത്തിരി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ സലാഡും തയ്യാറായി.
എത്ര എളുപ്പം തയ്യാറായത് കേട്ടോ. സലാഡ് റെഡി. ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞ് തരുന്നത് കാരണം അതിലിട്ട് ഉപ്പിട്ട് ഇളക്കി. അതെ, സലാഡ് നല്ലോണം ഇളക്കി ഒരു ലേശം കുരുമുളക് പൊടി ഇടും കേട്ടോ സലാഡിൽ. അല്ലെങ്കിൽ ചാട്ട് മസാല അവനവന് ഇട്ടുള്ളത് പോലെ ഇടാം. എന്നിട്ട് ഉപ്പ് നോക്കുക, ടേസ്റ്റ് നോക്കുക, അത്രേ ഉള്ളൂ. ഈ ഐറ്റംസ് ഇഷ്ടമായ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇത്ര അധികം ഐറ്റംസ് നമ്മൾ എത്ര എളുപ്പം ഉണ്ടാക്കണമെന്നറിയോ. അതിനുള്ള സൂത്രപ്പണികളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സലാഡൊക്കെ ഉള്ളി അരിഞ്ഞ് വെച്ച് പച്ചമുളക് ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം. അതുപോലെ എല്ലാ കറികളും. സാമ്പാർ ഞാൻ എത്ര വേഗം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യും കേട്ടോ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭ.